ആരൊക്കെ വിളിച്ചറിയോ? വൈശാഖ് വിളിച്ചു, ഇവിടുത്തെ മെമ്പർ വിളിച്ചു, ഇവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ്. രാത്രി ഒരു 2 മണിക്കാണ് കൊണ്ടുപോയത്, പിടിച്ചത്. അത് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് പെട്ടെന്ന് വന്നിട്ടുള്ളതാണ്. അത് ഈ മലവെള്ളത്തിൽ വന്നിട്ടുള്ളതാണ്. ടയർഡായിട്ടുണ്ട് പാമ്പ്, കാരണം സ്ലോവിലാണ് എഴഞ്ഞു പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാമ്പാണ്, 3 മീറ്ററോളം നീട്ടുണ്ടാവും. അത് തിരികെ കൊണ്ടുപോയത് 3 ദിവസം, മൂന്നാമത്തെ ദിവസം അവർ കൊണ്ടുപോയത്. അത് എത്ര വിളിച്ചു, അന്ന് വിളിച്ചു. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച വിളിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ്, വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ച് ഞായറാഴ്ച ഇവിടുത്തെ മെമ്പർ വിളിച്ചു, കൗൺസിലർ വിളിച്ചു, അങ്ങനെ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞു അവർ അതാ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ്, വണ്ടി റെഡിയായ ഉടനെ ഞങ്ങളിപ്പോൾ പോയിട്ട് എടുത്തുകൊണ്ടാകാം അരമണിക്കൂറിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്നത്തെ ദിവസം വന്നില്ല. പിറ്റേ ദിവസം ആണ് പിന്നെ വന്നത് അവർ, 3-ാം ദിവസം. രാത്രിയാണ് പിടികൂടിയത് 2:30. പിന്നെ 3-ാം ദിവസം അവർ 5 മണിക്കാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രാദേശിക TV ചാനലുണ്ട്, CCTV. അവരെ വിളിച്ച് വടക്കാഞ്ചേരിയുടെ CCTV വന്ന് അവർ വന്നിട്ടാണ് ലാസ്റ്റ് അവർ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം സമയത്ത്. ആ സമയത്താണ് ഫോറസ്റ്റുകാരിവിടെ വന്നത്. നല്ല വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ തീരെ ഉത്തരവാദിത്തമല്ലാതെ വണ്ടി ഇല്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇത് പാമ്പ് അതിൽ ചത്തിരിക്കുകയാണ്. പിന്നെ ഒരു വിഷ്വൽ കാണിച്ചിട്ടുണ്ട് ആ TV-യിൽ. 3 ദിവസം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വീടല്ലേ, കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, എനിക്കും പുറത്ത് പോകാൻ പറ്റില്ല, ഇവർക്ക് പേടി ആകെ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പാമ്പാണ്, ഏകദേശം ഒരു 3 മീറ്ററോളം നീട്ടന്നെ ഉണ്ട്, അത്യാവശ്യം വണ്ണമുണ്ട്, വലിയ പാമ്പായിരുന്നത്. അവർ പിടിച്ചിട്ട് ഇവിടെ ഇട്ട് ചാക്കിലാക്കി കെട്ടി മൂലയ്ക്ക് ഇവിടെ വെച്ചു വീട്ടിൽ. പിറ്റേ ദിവസം കൊണ്ടാകാനിട്ട് അത് കൊണ്ടുപോയില്ല, അത് അതിൽ കിടന്നിട്ട് ചത്തിട്ടുണ്ടാവും. അവരൊരു വിഷ്വൽ കാണിച്ചിരിക്കുന്നത് അതൊരു ചെറിയ പാമ്പാണ്, പക്ഷേ അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ ചാക്കിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട്. ഞായറാഴ്ച വൈകിട്ടാണ്, അർദ്ധരാത്രിയോടുകൂടിയാണ് ഓട്ടുപാറ കരുവെട്ടിക്കൽ വീട്ടിൽ ഉമ്മർ എന്ന് പറയുന്ന ഒരു ആളുടെ വീട്ടിൽ പെരുമ്പാമ്പ് കയറി എന്നുള്ള വിവരം വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർക്ക് ലഭിക്കുന്നത്. എനിക്ക് വെളുപ്പിന് 2 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ റെസ്ക്യൂ വാച്ചർമാർ അവിടെ എത്തി. 2 രതീഷ് വിനീഷ് എന്ന് പറയുന്ന 2 റെസ്ക്യൂ വാച്ചർമാർ അവിടെ എത്തി. ഈ പാമ്പിനെ അവർ ബൈക്കിലാണ് അവിടെ എത്തിയത്. ഈ പാമ്പിനെ ഒരു സുരക്ഷിതമായിട്ട് ചാക്കിൽ കെട്ടി ഇട്ട് അപകടം ഉണ്ടാവാത്ത രീതിയിൽ അതിനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. വെളുപ്പിനെ തന്നെ വാഹനം ഇല്ലാത്തതുകൊണ്ട് അവർ കൊണ്ടുപോയിട്ട്. പിന്നെ ഞായറാഴ്ച അവർക്ക് വാഹനം ലഭ്യമായില്ല. അപ്പോൾ ഈ തിങ്കളാഴ്ച ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എനിക്ക് വിവരം കിട്ടുന്നത്, ഇങ്ങനെ പാമ്പ് അവിടെ ഇരിക്കുന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടുന്നത്. ഒരു 4 മണിയോടുകൂടി തന്നെ ഞാൻ ആ ഭാഗത്ത് ഫീൽഡുണ്ടായിരുന്നത് കൊണ്ട് സ്റ്റാഫിനെയും വിളിച്ചിട്ട് അത് എടുത്തിട്ട് അതിനെ സുരക്ഷിതമായ സ്ഥലത്തോട്ട് അതിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നടന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല, ഇങ്ങനെ മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടില്ല.